നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റ് ദുരന്തത്തിൽ നിരവധി മലയാളികൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിവിധ കോണുകളിൽ നിന്നായി ഉയരുകയാണ്. ഇപ്പോൾ ഈ ദൂർത്ത് പാടില്ല എന്നതാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ഇതിലൊന്നും മൈൻഡ് ചെയ്യാതെ, പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. അതിനിടെ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ പ്രവാസി വ്യവസായി എം.എ. യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മലയാളികൾ. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റ് അഗ്നിബാധയിൽ ഉണ്ടായത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര വേണ്ടെന്ന് വെക്കുന്നത് എന്നാണ് ലുലു ഗ്രൂപ്പ് അറിയിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നോർക്ക മുഖേന നൽകുമെന്നും ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ലോക കേരള സഭ നടത്തുന്നതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചിരുന്നു. ലക്ഷങ്ങൾ ചെലവാക്കി ലോക കേരള സഭ നടത്തുന്നതിന് പകരം ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്ക് തുക കൈമാറാൻ LDF സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. മലയാളികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ നടത്തരുതെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നെങ്കിലും ചടങ്ങ് നടത്താനായിരുന്നു പിണറായി സർക്കാരിന്റെ തീരുമാനം. നിയമസഭാ മന്ദിരത്തിലെ R. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ നിലവിൽ പുരോഗമിക്കുകയാണ്. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ലോക കേരള സഭ നടക്കുന്നത്. അതേസമയം ലോക കേരള സഭയിൽ വെച്ച് കുവൈത്തിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ABN ഗ്രൂപ്പ് ചെയർമാൻ JK മേനോൻ അറിയിച്ചു. കൂടാതെ ഇവരുടെ ആശ്രിതർക്ക് ABN ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകുമെന്നും JK മേനോൻ പറഞ്ഞു. നോർക്ക റൂട്ട്സ് വഴിയാണ് ധനസഹായം നൽകുക. ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ജീവിതങ്ങളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഓർത്ത് ഓരോ കുടുംബത്തിലും തോരാത്ത കണ്ണുനീർ പെയ്ത്താണ്. നമ്മുടെ സഹോദരങ്ങളാണവർ. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ABN ഗ്രൂപ്പ് ചെയർമാനും നോർക്ക ഡയറക്ടറുമായ JK മേനോൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.